ഹലോ. ക്രിസ്മസിന് ഇനി വളരെ കുറച്ച് ദിവസമല്ലേ കേട്ടോ. ഒരു സ്റ്റാർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. സമയം കിട്ടാത്തതുകൊണ്ട് അതിങ്ങനെ നീങ്ങിപ്പോയി. എന്തായാലും നമുക്ക് A4 പേപ്പർ വെച്ചിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കാം. ഞാൻ 30 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിതാ ഈ കാണുന്ന പോലെ മടക്കിയിട്ട് ഒട്ടിക്കുക. സെൻറ്റർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് മടക്കിയാലും മതി. ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇതിലുള്ള ഈ സ്റ്റാർ ഉണ്ടാക്കുമ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോന്നും ഒട്ടാനായിട്ട് സമയം കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ഈ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം ഒട്ടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ജസ്റ്റ് ഒരു കവർ പോലെ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതാ ഞാൻ 30 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു T ഷേപ്പിൽ പശ തേച്ചിട്ട് നമുക്കിത് ഒന്നിനും ഇത് ഒന്നായിട്ട് ഒട്ടിക്കണം. എല്ലാം നമുക്ക് ഒരുമിച്ച് ഒട്ടിക്കണം. പക്ഷേ ആ പാറ്റേൺ വെച്ച് വരയ്ക്കുമ്പോൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് 3 4 പാർട്ടായിട്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പം ഞാൻ 3 സെറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഞാനൊരു പേപ്പർ പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പിൻട്രസ്റ്റിൽ പോയി തപ്പിക്കഴിഞ്ഞാൽ പേപ്പർ സ്റ്റാർ പാറ്റേൺസ് എന്ന് തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാറ്റേൺ കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടും അല്ലെങ്കിൽ ഭംഗിയായിട്ടും തോന്നുന്നത് നോക്കിയിട്ട് എടുത്തിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഈ ഷേപ്പിൽ. എന്നിട്ട് അത് വെച്ച് വരയ്ക്കുക, കട്ട് ചെയ്യുക. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഈ 30 A4 ഷീറ്റ് ഒരുമിച്ച് ഒട്ടിച്ചാൽ ഈ പാറ്റേൺ വരച്ചിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് നല്ല ടാസ്ക് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ 3 സെറ്റോ 4 സെറ്റോ ആയിട്ട് സെപ്പറേറ്റ് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത അതേ പണി, അതായത് ആ T ഷേപ്പിൽ പശ തേച്ചിട്ട് ഈ 3 സെറ്റ് നമുക്ക് ഒന്നിച്ച് ഒട്ടിച്ചെടുക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് കാര്യങ്ങൾ, പക്ഷേ സമയമെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓരോന്നും ഒട്ടാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം എന്നുള്ളതാണ്. ആ 30 A4 ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷം അത് ഇൻഡിവിജ്വലി ഉണങ്ങാൻ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാൻ വിട്ടതിന് ശേഷം മാത്രം ഈ T ഷേപ്പിൽ ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് അതും നന്നായിട്ട് ഒട്ടി കിട്ടി എന്ന് ഉറപ്പായാൽ മാത്രം പാറ്റേൺ വരച്ചിട്ട് കട്ട് ചെയ്യുക. ദെൻ എഗെയിൻ ഈ ഒരു T ഷേപ്പിൽ നമുക്കിതിൻ്റെ കടഭാഗത്ത് പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളിൽ പശ തേക്കണേ ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ പെട്ടെന്ന് കാണിക്കാൻ വിട്ടുപോയതാണ്. സെൻറ്ററിലും കൂടെ പശ തേക്കണം കേട്ടോ. ഞാൻ പിന്നീട് അത് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ഒരു ത്രെഡ് എടുക്കുക, ഏതെങ്കിലും ത്രെഡ് എടുക്കുക. ഞാനിവിടെ കോട്ടൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ടോ പശ വെച്ചിട്ടോ സെലോ ടേപ്പ് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഭാഗത്തും ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്, പെട്ടെന്ന് കഴിയുമല്ലോ. അതുകൊണ്ട് അതങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഇവിടെയും ഒട്ടിച്ച് കൊടുക്കുക, അപ്പുറത്തെ എൻഡിലും ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പ്രൊസീജിയർ എളുപ്പമാണ്, പക്ഷേ ടൈം ടേക്കിംഗ് ആണ്. പക്ഷേ സമയം എടുക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാതിരിക്കരുത്. റിസൾട്ട് വൻ അടിപൊളിയാണ് കേട്ടോ. അപ്പുറത്തെ ഭാഗത്തും കൂടെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. പിന്നെ A4 ഷീറ്റ് ആയതുകൊണ്ട് ചെറിയൊരു കട്ടി കുറവാണ് പേപ്പറിന്. അപ്പോൾ 30 എന്നുള്ളത് 40 എടുത്താലും തെറ്റില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഈ അറ്റത്തേക്ക് വലിക്കുമ്പോൾ പേപ്പർ ചിലപ്പോൾ കീറും, അധികം പേപ്പേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ വേണമെങ്കിൽ ഈ A4 സൈസിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അതൊന്നും കൂടെ പണി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്, ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയാം. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ.